ഒടിഞ്ഞു വീണോ? അല്ല, ഞാൻ ഒടിഞ്ഞു വീണത്. ജസ്റ്റ് മിസ്. லட்சு காலையில நான் இங்க க்ளீன் பண்ணும்போது ஒரு கொம்பு விழுந்தது. എന്നിട്ട് ആന്റി നല്ല വിളിച്ചില്ലല്ലോ. അത് ചിന്ന കൊമ്പ് തന്നെ, എനിക്ക് ഭയമല്ല ആഹല. എന്നാലും ഇത് എങ്ങനെ ഒടിഞ്ഞു വീണെന്നാണ്. വല്ല കാറ്റടിച്ച് വീണതായിരിക്കും. ഇவ்வளோ பெரிய കൊമ്പെല്ലാം വീഴുമാ കാത്തില്? ഞാനും ആലോചിച്ചോണ്ടിരിക്കണേ. ഓ, ഇത് പച്ച കൊമ്പ്. മാത്രമല്ല കാറ്റില്ലല്ലോ ഇവിടെ. നീക്കിടാ. ചേട്ടാ. ചേട്ടനെ അല്ല മോനെ അനിയ, ഈ പാറമട കാണത്. താങ്ക് യു. വെൽക്കം. പാറമട നേരെ പോണേ ചാടിച്ചാവുമ്പല്ലോ തന്നെ. അത് ചാടുമ്പോ അറിയാലോ. നമ്മളെ കൊടുക്കത്തുള്ളൂ. എന്ത് ഇങ്ങോട്ട് കയറി പറഞ്ഞ് നിനക്കാണോ അറിയോ? ഇല്ല, ചേച്ചിക്കറിയോ? അണ്ണാ എവിടെ പോണു? തടിക്കച്ചവടക്കാരേ. ബഹുമാനം കണ്ട അണ്ണാ. അണ്ണായി അണ്ണാ, ഈ മാവ് ഇപ്പൊ വിൽക്കൂല കേട്ടാ. ഹൗസ് ഓണറിന് ഭയങ്കര സെന്റിമെന്റ്സ് ഉള്ള മാവാണ്. അങ്ങനെ ഇങ്ങനെയൊന്നും കൊടുക്കൂല. നമ്മള് കൊറേ നോക്കിയാണ്. അണ്ണാ ഇത് കൊടുക്കൂലെന്ന് പറഞ്ഞേ. നിങ്ങൾ ഇവിടെ താമസിക്കുന്നവരാണോ? എന്താ ചേട്ടാ, ഈ വീഡിയോ കണ്ടിട്ട് ഞങ്ങൾ ഇവിടെ താമസിക്കുന്നവരാന്ന് തോന്നണ? ഇല്ല, ചോദിച്ചു മേടിച്ചാണ്. ഇനി സംസാരിക്കാൻ അറിയാന്നേരം സംസാരിക്കാം. ചേട്ടാ, സംഭവം എന്താ? എത്ര വർഷമായി നിങ്ങളിവിടെ താമസം തുടങ്ങിയിട്ട്? കൊറേ ആയി. കുറെ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചധികം വർഷമായി. 5, അതൊക്കെ മേലെ. 15, അതൊക്കെ മേലെ. എടാ അതല്ല എടാ ചോദിച്ചത്, എത്ര വർഷമായെന്ന്. താൻ ആരടോ വീട്ടിൽ കയറി വന്നിട്ട് ഓരോന്നൊക്കെ പറയുന്ന? ഞാൻ കുറെ നേരം മാവിലേക്ക് നോക്കിയിരിക്കണേ. അച്ഛൻ ഇവിടെ ഇല്ല ചേട്ടാ, നെയ്യാറ്റിൻകരയിലാണ്. അല്ല എന്റെ അച്ഛൻ. എന്റെ അണ്ണാ, നിങ്ങളുടെ അച്ഛൻ എവിടെ ഞങ്ങൾക്ക് അല്ല എന്റെ അച്ഛൻ ഈ മാവിലാണ് തൂങ്ങി മരിച്ചത്. എന്റെ അച്ഛനെ ഈ മാവിലാണ് തൂങ്ങി മരിച്ചത്. ക്യാമറ എവിടെ ചേട്ടാ? ചേട്ടാ ക്യാമറ? എന്ത് ക്യാമറ? ചേട്ടാ, നിങ്ങളെക്കാളും ഉടായ്പാണ് നമ്മള്. അതുകൊണ്ട് നമ്മളെടുത്ത് കളിക്കരുത് കേട്ടാ. എന്റെ പൊന്നു കൊച്ചെ, ഞാൻ പറഞ്ഞത് കാര്യമാണ്. എന്റെ അച്ഛൻ ഈ മാവിലാണ് തൂങ്ങി മരിച്ചത്. ചേട്ടാ, ഒന്ന് ക്ലിയർ ആയിട്ട് പറയൂ. എൻ്റെ പേര് അമൂല്യൻ രാഘവൻ. രാഘവൻ എൻ്റെ അച്ഛനാണ്. പണ്ട് ഞങ്ങൾ ഈ ഭാഗത്താണ് താമസിച്ചിരുന്നത്. അതായത് ഒരു 35 വർഷം പുറകോട്ട് പോകണം. ഒരു ദിവസം പെട്ടെന്ന് എൻ്റെ അച്ഛനെ കാണാതായി. അയ്യോ, എവിടെ പോയി? ഞങ്ങൾ അന്വേഷിച്ച് പിടിച്ചു വന്നപ്പോൾ അച്ഛൻ ഈ മാവിൻ്റെ മുകളിൽ തൂങ്ങി ആടിക്കൊണ്ടിരിക്കുകയാണ്. എന്തോന്ന് ഊഞ്ഞാലാടുന്നാ? അല്ല കുട്ടാ, തൂങ്ങി മരിച്ച്. എന്തിന്? കടം കയറിയിട്ട്. കടം കയറി നിക്കടിയിലാണ്ട് തൂങ്ങി മരിച്ച്. ആ കടം ഞാനും ചേട്ടനും കൂടി ഇപ്പോഴും വീട്ടിൽ കൊണ്ടിരിക്കുകയാണ്. അയ്യോ, കഷ്ടമല്ലേ. അതെ. ഇപ്പം ചേട്ടൻ എന്തിട്ട് വന്നേ? അച്ഛന്റെ ഓർമ്മ പുതുക്കാൻ വന്നതാണ്? അല്ലല്ല, എനിക്ക് എന്റെ അച്ഛനെ കൊണ്ടുപോകണം. ഓ, കൊണ്ടുപോകൂ. എടാ ചേട്ടൻ എന്താ ഇപ്പൊ പറഞ്ഞേ? എന്റെ അച്ഛൻ ഇവിടെ ഉണ്ട്. എവിടെ? അച്ഛന്റെ ആത്മാവ് ഇവിടെ ഉണ്ട്. പണ്ടേ ഞാനൊക്കെ കുഞ്ഞായിരുന്നു. ദേ ഈ കൊച്ചിന്റെ അത്ര ഉണ്ടായുള്ളു. അപ്പൊ അച്ഛന്റെ കർമ്മങ്ങളൊന്നും ചെയ്തിട്ടുണ്ടായില്ല. ഇപ്പൊ ഞാൻ വലുതായി. എനിക്ക് എന്റെ അച്ഛന്റെ കർമ്മം ചെയ്യണം. അതുകൊണ്ട് എനിക്ക് എന്റെ അച്ഛനെ കൊണ്ടുപോകണം. അല്ല, അപ്പൊ അച്ഛനെ അടക്കിയില്ലേ? അടക്കി. പക്ഷെ അച്ഛന്റെ ആത്മാവ് ഈ ഭാഗത്തുണ്ടെന്നാണ് പ്രശ്നം വെച്ച് നോക്കിയപ്പോ പറഞ്ഞത്. ഇപ്പൊ തന്നെ കൊണ്ടുപോയിക്കോ, എല്ലാത്തിനെയും കൊണ്ടുപോയിക്കോ. ആരൊക്കെ ഇവിടെ ഉണ്ടോ അതിനൊക്കെ കൊണ്ടുപോയിക്കോ. അതല്ല, ഇപ്പൊ കൊണ്ടുപോകാൻ പറ്റൂല. അതിന് ചില നടപടിക്രമങ്ങളൊക്കെ ഉണ്ട്. പൂജ ചെയ്തോണ്ടിരിക്കണേണ്. അപ്പൊ ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ പോയിട്ട് വരാം. എത്ര ദിവസം? ഒരു 3-5 ദിവസം കഴിഞ്ഞിട്ട് വരാം. അതുവരെ ചേട്ടന്റെ അച്ഛൻ ഇവിടെ ഒറ്റയ്ക്ക് നിക്കണ്ട ചേട്ടാ. പാവം, ഇത്രയും കാലം ഒറ്റയ്ക്ക് ഇന്നലെ പേടിയായിരിക്കും കൊണ്ടുവന്ന. നിങ്ങളൊക്കെ ഉണ്ടല്ലോ, എന്തോന്ന്? ആ ഒരു ധൈര്യത്തില് ഞാൻ പോയിട്ട് വരാം. ഒരു അച്ഛാ, ഞാനൊരു ഒരാഴ്ച കഴിഞ്ഞ് വരാട്ടാ. അത് ഈ പൂജക്ക് ചില നടപടിക്രമങ്ങളൊക്കെ ഉണ്ടല്ലോ, പൂജാരി കിട്ടണ്ടേ. അപ്പൊ ഇതൊക്കെ നോക്കിയിട്ട് വേണം നമുക്ക് ആലോചിക്കാനായിട്ട്. ആ ശരി അച്ഛാ. അച്ഛൻ കേട്ട്. ഒരാഴ്ച കഴിഞ്ഞ് വരാട്ടാ. അച്ഛൻ ഇറങ്ങും പോലെട്ടാ, ഇവിടെ തന്നെ ഉണ്ടാവണം.
പോട്ടെ ഇങ്ങിരി. கேசு என்னடா அவரு பூஜை அச்சன் என்னெல்லாம் சொன்னாரு எனக்கு ஒண்ணுமே புரியலடா. പുള്ളിയുടെ അച്ഛൻ മേളില്. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.